ഒരു നാട് മുഴുവൻ ഒരുമിച്ച ഗോപൂജ മഹോത്സവത്തിൽ വൻ ജനപങ്കാളിത്തം. കോഴിക്കോട് കുന്നത്തുപാലം ഒളവണ്ണ ഉപനഗരത്തിന്റെ ഗോപൂജ മഹോത്സവമാണ് നാടിന്റെ ആഘോഷമായി മാറിയത്. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിലായിരുന്നു കർഷകരെ ആദരിക്കലും ഗോപൂജയും നടന്നത്. സ്ത്രീകളും കുട്ടികളും പ്രായമായവരും ഉൾപ്പെടെ നിരവധി ആളുകൾ ഗോപൂജ ഉത്സവത്തിൽ പങ്കാളികളായി. ഗോക്കളെ ആദരിക്കുന്നതായിരുന്നു പ്രധാന ചടങ്ങ്. നിരവധി ക്ഷീര കർഷകരെയും ചടങ്ങിൽ ആദരിച്ചു. ഇതിന്റെ ഭാഗമായി പൂജാകർമ്മങ്ങളും നടന്നു. മാതാ അമൃതാനന്ദമയി മഠത്തിലെ സ്വാമി വിവേകാമൃതപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. കേരളത്തിൽ നിലനിന്നിരുന്ന കാർഷിക സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു ഗോക്കളെ പൂജിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഭാരതീയ സംസ്കാരത്തില് എല്ലാത്തിനെയും ഈ പ്രകൃതിയെ തന്നെ ആരാധിക്കുക എന്നുള്ളതാണ് ഈശ്വരനെ ആരാധിക്കുന്നത് തുല്യമായിട്ട് നമ്മൾ കാണും. കാരണം ഈശ്വരൻ്റെ മറ്റൊരു മുഖമാണ് പ്രകൃതി. പ്രകൃതിയിലുള്ള എല്ലാ വസ്തുക്കളെയും നമ്മൾ ആരാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വൃക്ഷങ്ങളെ ആരാധിക്കും, സസ്യങ്ങളെ ആരാധിക്കും, പശുവിനെ ആരാധിക്കും, എല്ലാത്തിനെയും ആരാധിക്കും. അതുപോലെ പശുവിനെയും ഒക്കെ നമ്മൾ ആരാധിക്കുന്ന ഒരു സിസ്റ്റം പണ്ട് മുതലേ ഉണ്ട്. അപ്പോൾ പശുവിലും നമ്മൾ കാണുന്നത് ഈശ്വരനെയാണ്, പക്ഷിയിലും കാണുന്ന ഈശ്വരനെയാണ്, സകല വസ്തുക്കളിൽ നമ്മൾ കാണുന്ന ഈശ്വരനെയാണ്. ശാന്തി സുധാശ്രമത്തിലെ സ്വാമിജി ആത്മചൈതന്യജി അധ്യക്ഷത വഹിച്ചു. ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ ചുറ്റി സഞ്ചരിക്കാൻ പറഞ്ഞാൽ കാമധേനുവിനെ ചുറ്റി സഞ്ചരിക്കുന്നതിന് സമമാണ്. അങ്ങനെ വരുമ്പോൾ പശു നമുക്ക് സമ്പത്തിൻ്റെ, സമൃദ്ധിയുടെ, എല്ലാത്തിൻ്റെയും പ്രതീകമാണ്. ആ സമ്പത്ത് എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും പശുവിൻ്റേതായ ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും എത്തുന്നുണ്ട്. കൃഷിയിലാണെങ്കിലും ക്ഷേത്രകാര്യങ്ങളിലാണെങ്കിലും എല്ലാ മേഖലകളിലും. തുടർന്ന് ഗോപൂജ നടത്തി. ചടങ്ങുകളുടെ ഉദ്ഘാടനം ഭഗവാൻ കൃഷ്ണന് മാല ചാർത്തി ഡോക്ടർ നിഷിത മിഥിൻ നിർവഹിച്ചു. ഒരു നാടിന്റെ കാർഷിക സംസ്കൃതിയെ ഓർമ്മിപ്പിച്ച ചടങ്ങ് നവ്യാനുഭവമായി മാറി. ജനം, കോഴിക്കോട്.